കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ വിശാൽ ഒരു പൊതുവേദിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകളുണ്ട് എന്നും അസുഖങ്ങളുണ്ട് എന്നും തിരിച്ചറിഞ്ഞത്. ഇതിനെ തുടർന്ന് നിരവധി പേരാണ് വിശാലിനെക്കുറിച്ചും വിശാലിന്റെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ചും ചോദിച്ച് എത്തുന്നത്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകുന്നില്ല. എന്തെങ്കിലും ശക്തിയായി പിടിക്കാൻ പോലും സാധിക്കുന്നില്ല. വിറയലാണ്. കയ്യിലും കാലിലും ഒക്കെ വിറയൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ വിശാലിന്റെ ഈ ചിത്രം കണ്ട് ഏറ്റെടുക്കുകയെന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വാർത്തകൾ തന്നെയാണ്. വിശാലിന് ശരിക്കും എന്താണ് പ്രശ്നം, എന്താണ് സംഭവിച്ചത്? നടക്കാൻ പോലും അദ്ദേഹത്തിന് സഹായം വേണം. വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും വരുമ്പോഴും ഒക്കെ തന്നെ ഓരോരുത്തർ സഹായിക്കുന്നത് കാണാം. സംസാരിക്കാൻ അദ്ദേഹത്തിന് വയ്യ. പിന്നെ അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാതിരിക്കാനും പറ്റില്ല. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്നാണ് പറയുന്നത്. വളരെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹത്തിന് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. താരത്തിന് നടക്കാൻ സഹായിയുടെ സഹായം വേണ്ടിവരുന്നു. കൈകളും ശരീരവും വിറയ്ക്കുന്നുണ്ട്. മൈക്ക് പിടിക്കാൻ പോലും വിശാലിന് സാധിക്കുന്നില്ല. ശരീരം വല്ലാതെ മെലിയുകയും ചെയ്തിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ പോലും നല്ല സ്ഫുടതയോടെ സംസാരിച്ചു കൊണ്ടിരുന്ന വിശാലിന് ഇപ്പോൾ അതുപോലും പറ്റുന്നില്ല. എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവരും ഇപ്പോൾ വിശാലിന്റെ ചിത്രം കണ്ട് ചോദിക്കുന്നത്. എന്തോ ശരിക്കും പ്രശ്നങ്ങളുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയാകുന്ന വാർത്തകളിൽ പറയുന്നുണ്ട്. ആരാധകർക്ക് വളരെയധികം പ്രിയങ്കാരനായ വിശാലിന് എന്തുപറ്റി എന്ന് നിരവധി പേർ ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ തങ്ങളുടെ ആശങ്ക പങ്കുവച്ചുകൊണ്ട് എത്തുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട താരമാണ് വിശാൽ. അദ്ദേഹത്തിന് ഇത് സംഭവിച്ചല്ലോ എന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ദുഃഖമായി മാറുന്നത്. താരത്തിന് കടുത്ത പനിയാണെന്നും അത് അവഗണിച്ചാണ് അദ്ദേഹം വന്നതെന്നും അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. ആശുപത്രിയിൽ കഴിയേണ്ട സമയമായിരുന്നു. കടുത്ത പനി എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് അനങ്ങരുത് എന്നാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത്. എന്നാൽ അതുപോലും സാധിക്കാതെയാണ് കഴിഞ്ഞ ദിവസം വിശാൽ എത്തിയതെന്ന് പറയുന്നുണ്ട്. അത് വിശാലിന്റെ നിർബന്ധമായിരുന്നു. സിനിമ കുറേയധികം വർഷങ്ങൾക്ക് ശേഷം റിലീസാകുന്ന സിനിമയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാർക്ക് ആന്റണി എന്ന സിനിമയ്ക്ക് ശേഷം ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്ക് വലിയ പ്രതീക്ഷകളുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും വാനോളം തന്നെയാണ് ഇതിന് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. അതെല്ലാം കാരണം തന്നെയാണ് വിശാൽ കടുത്ത പനിയെ അവഗണിച്ചുകൊണ്ടും അവിടെ എത്തിയത്. അദ്ദേഹം കടുത്ത പനിയിൽ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാനാണ് കൂടുതലും പറഞ്ഞത്. സിനിമയൊക്കെ റിലീസ് ആയിക്കോളും, അദ്ദേഹത്തെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹം വീണു പോകും, എപ്പോഴും അത് ശ്രദ്ധിക്കണമെന്ന് പറയണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ നന്നായി സൂക്ഷിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ വിശാലിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുകയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രിയപ്പെട്ട വിശാലിന് എന്ത് പറ്റിയെന്ന് ആരാധകർ തന്നെ ചോദിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട താരത്തിനെ ഇങ്ങനൊരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. നന്നായി ശരീരം സൂക്ഷിച്ച് ഒരു ഹീറോയുടെ പരിവേഷത്തോടെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിശാൽ. എന്നാൽ അദ്ദേഹത്തിന് തന്നെ അവസാനം ഇങ്ങനെ വന്നല്ലോ എന്നാണ് ആരാധകർ പോലും പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.